Namaste. 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 Welcome. Welcome. Thank you. Thank you പറയണം. നമുക്ക് നമ്മുടെ മോൾ നമ്മളെ രീതിക്കുന്നതാണ്. ഞങ്ങള് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു, തുടങ്ങിയെങ്കിലും പിന്നീട് കുഴപ്പമില്ല. പുതിയൊരു പാരന്റിങ് രീതി വെച്ച് നോക്കുമ്പം ഞങ്ങള് അതുപോലെയല്ല. കാരണം എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ജെന്റിൽ പാരന്റിങ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള. അവരെന്ത് ചെയ്താൽ എല്ലാം എവറിത്തിങ് ഇസ് ഓക്കെ, കുട്ടി പറയണതാണ് അതിന്റെ അൾട്ടിമേറ്റ്. അങ്ങനെയല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചുള്ളത്. അപ്പൊ അതിനൊരു റെസ്ട്രിക്ഷൻ ഉള്ളത്. ഇന്ന് ഞാനാണ് ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ, ഇതാണ് അമ്മ ഇവിടുത്തെ. അപ്പം നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ വളർത്തും. എൻ്റെ അടുത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാനും അതുപോലെ തലേ കൈ വയ്ക്കും. എനിക്കിഷ്ടമല്ല. സൗഭാഗ്യം തമിഴാണ്, മലയാളിയല്ലേ. 100 ടൈംസ് ഉണ്ടായിരുന്നു ബുള്ളിങ്ങും ഇതൊക്കെ, ഹറാസിംഗ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ചേച്ചി അന്നും ഫേസ് ചെയ്തിരുന്നോ? പിന്നെ ചവറ് പോലെ അങ്ങ്. പക്ഷെ കമന്റ്സ് ഒന്നും നോക്കാതെ കൺസിസ്റ്റൻസിയിലാണ് ഫെയിം ബിൽഡ് ചെയ്തെടുത്തത്. കമന്റ് ചെയ്തോണ്ടിരുന്നവർ ഇപ്പോഴും അവിടെ ഉണ്ട്, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അത് മൈൻഡ് ചെയ്യാതെ വീഡിയോ ചെയ്തവരെല്ലാരും ഇന്ന് നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ പട്ടിയെ ഞാൻ വേറൊരു പട്ടിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇടയ്ക്ക് ന്യൂസ് ഉണ്ട്, ഒരു ഏരിയയിലോട്ട് പോകാൻ വേണ്ടി അവിടെ മൊത്തം ഒരാൾ പട്ടി വളർത്തുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. അത് ഒരാൾക്ക് ദ്രോഹം പറഞ്ഞ രീതിയിലല്ല പട്ടി വളർത്തുന്നത്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പട്ടി വളർത്തുമ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒരാളെ പട്ടി വളർത്താൻ സമ്മതിക്കാത്തത്. എനിക്കൊണ്ട് നമ്മളെ നാട്ടിലാണെന്ന് തോന്നുന്നു. കാളയും പശുവിനെ വളർത്തി ഇവിടെ ആടിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോന്ന് ഫ്യൂച്ചറിസ്റ്റ്. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. വെൽക്കമിങ് അർജുൻ ചേട്ടൻ, സൗഭാഗ്യ ചേച്ചി ആൻഡ് സുധാപ്പു. ഹായ്. നമസ്കാരം. നമസ്തേ. വെൽക്കം. താങ്ക് യു. താങ്ക് യു പറയണം. താങ്ക് യു പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? കൊള്ളാം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ന്യൂ ഇയർ രണ്ടുപേർക്കും? അടിപൊളി ആണ്. എന്താണ് ന്യൂ ഇയർ വിശേഷങ്ങൾ? തുടങ്ങിയതിന് ശേഷം ഇന്ന് ഇത്രയും ദിവസമായിട്ടുണ്ട്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ന്യൂ ഇയർ? പറഞ്ഞോ ചേട്ടാ. ന്യൂ ഇയർ നന്നായിട്ട് പോകുന്നു. ന്യൂ ഇയറിന് വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് ക്ലാസ്സിലെ പുതിയ ബാച്ചിന്റെ അരങ്ങേറ്റമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷയം. സ്റ്റാർട്ടിങ് കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു, തുടങ്ങിയെങ്കിലും പിന്നീട് കുഴപ്പമില്ല. ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഫുൾ ഇപ്പം ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടുപേരും ബിസിയാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മീഡിയ പേഴ്സൺസ് എല്ലാം ചുറ്റിനും നടന്ന് നിങ്ങളെ കവർ ചെയ്യുന്നുണ്ട്. റീസെന്റ് എനിക്കൊന്ന് ലക്ഷദ്വീപം അത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ന്യൂ ഇയറിനല്ലായിരുന്നു, ന്യൂ ഇയർ കഴിഞ്ഞിട്ടല്ലേ ചെയ്തത് ലക്ഷദ്വീപം? അല്ലേ ന്യൂ ഇയർ തുടങ്ങിയ ശേഷം അല്ലേ? നമുക്ക് 2 പ്രോഗ്രാം GDC സ്കൂളുമായിട്ട് ചേർന്നിട്ട് ഡിസംബറിലായിരുന്നു. ഓ, അത് ലാസ്റ്റ്. ഓക്കെ. പിന്നെ ജാനുവരി 9th ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഡാൻസ് സ്കൂളൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയിട്ട് പോവാണ്. പിന്നെ പുതിയൊരു വിശേഷം കൂടെ ഉണ്ടല്ലോ, പൂവ് ബൈ സൗഭാഗ്യ. ഞാൻ കണ്ടായിരുന്നു, ഫാഷൻ ഷോ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേയുടെ അന്നാണ് നമ്മൾ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. അന്ന് ഇതുപോലെ ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു റാമ്പ് വാക്ക്, കിഡ്സ് റാമ്പ് വാക്ക് പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. തോന്നുന്നു അവിടെ വന്നിട്ടാണ് കുട്ടികളൊക്കെ വെച്ച് കൊറിയോഗ്രാഫ് ഒക്കെ ചെയ്തത് തന്നെ. കൊറിയോഗ്രാഫ് പക്ഷെ സെറ്റായിരുന്നു, നല്ല. ഇപ്പൊ ഈ പൂവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തുടങ്ങാനായിട്ട് ലൈക്ക് പെട്ടെന്ന് ചേച്ചി തുടങ്ങിയതാണോ, അത് ഓൾറെഡി ചേച്ചിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്? ഇതിന് മുന്നേ ഞാൻ പറയായിരുന്നു ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ. പക്ഷെ അതെല്ലാം റെഡിയായി വരാൻ ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ്, ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ? ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈൻ ആണ്. അപ്പൊ എങ്ങനെയുണ്ട് സെയിൽസ് ഒക്കെ? എങ്ങനെയുണ്ട് തുടക്കം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു. ഗുഡ് റെസ്പോൺസ് ആണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ഒരു ഇതായിട്ട് പോവായിരിക്കും. നമ്മുടെ കുട്ടി തന്നെയാണോ മോഡൽ അതിന്റെ? തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് തുടക്കം. അതെ. ആണോ? ആണോ? താങ്കളാണോ മോഡൽ? പൂവ് ബൈ സൗഭാഗ്യ. ഒന്ന് പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തേ. അമ്മ എന്താ തുടങ്ങിയ പുതിയതായിട്ട്? ഇന്ന് വന്നേ ചോദിക്കട്ടെ. ഒന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുത്തേ. വേറെ പ്രൊമോഷൻ ഇനി കിട്ടാനില്ല. പൂ ഫോളോ ചെയ്യണേ എല്ലാരും ഒന്ന് പറയില്ലേ? ഞങ്ങള് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞോളൂ. പൂ ഫോളോ ചെയ്യണേ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന പോലെ പറയുവോ? ഞങ്ങള് അവിടെ നോക്കിട്ട് പറയും. ഞങ്ങള് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേരാണ് പൂവ് ബൈ ആരാ? അവിടെ നോക്കിട്ട് പറയും. പൂവ് ബൈ
പൂവബൈ സൗഭാഗ്യ. സൗഭാഗ്യ. എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് താങ്ക് യു. നിങ്ങൾക്ക് ഞാൻ ഫ്രീ പ്രൊമോഷൻ ചെയ്തു തന്നെ. ആ ഓക്കെ, ഇരുന്നോ, അവിടെ ഇരുന്നോ. ഓക്കെ, എനിക്ക് ചേട്ടൻ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഞാൻ 6 മാസം മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തത്, എനിക്ക് പുതിയതായിട്ട് ഇപ്പൊ വിശേഷങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ അറിയാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, അതുകൊണ്ടായിരിക്കും എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. എനിക്ക് തോന്നുന്നു ചേച്ചി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള യൂട്യൂബിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സംസാരമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു യൂണിറ്റി ആണോ എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചേച്ചി വേറൊരു ലെവലിലാണ് ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ചേട്ടൻ ചേട്ടൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മോൾക്ക് മോളുടേതായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ്? അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒരു ഇതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് പറയും. ഹാൻഡ്ലിങ് ലെവലിലോട്ട് നമ്മൾ അത്രയും ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന റെസ്പോൺസ്, ഫാൻ ഫോളോയിങ് ഒക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകും. ഈ വീട്ടുജോലികളൊക്കെ ചേച്ചി ഇങ്ങനെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത 1000 ജോലിയുണ്ട്, ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ കാണിക്കുന്ന എല്ലാം ചേച്ചി എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ അവർക്ക് ഇഷ്ടമല്ലാത്ത ജോലി ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ എന്റെ അടുത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാനും അതുപോലെ തലേ കൈ വയ്ക്കും, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴെങ്കിൽ ഇത് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ചേച്ചി ഇരിക്കാറില്ലേ? എങ്ങനെയാ? ഇരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഇരിക്കുന്നത് ഒരു വീഡിയോയിലെടുത്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് നിങ്ങൾ പ്രൊഡ്യൂസർ വിളിച്ച് ചോദിച്ചെന്തോന്ന് അറിയാമോ, നിങ്ങളുടെ കാള ഇവിടെ ഉണ്ടോ അതോ നമ്മള് മറ്റേ റെന്റിനെടുത്ത ആളിന്റെ വീട്ടിൽ പോയിരിക്കണമെന്നാണ്. നിങ്ങൾ പൊങ്കലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എങ്ങനെയാ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ പോകുന്നത്? അതായത് പൊങ്കൽ ഇതിന് മുന്നേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ്, പക്ഷെ മാട്ടുപൊങ്കൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പൊങ്കൽ നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യും, പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാട്ടുപൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ കാള ഉണ്ടല്ലോ. ഇത് അതിന് മുന്നേ മേടിച്ചതല്ലേ? അത് പൊങ്കലൊക്കെ വരുന്നതിന് മുന്നേ കഴിഞ്ഞ പൊങ്കൽ കഴിഞ്ഞതും വാങ്ങിച്ചതാണ്. ഓ ഓക്കെ. അപ്പം ഈ പുതിയ ആളുടെ വരവോട് കൂടിയുള്ള ഒരു സെലിബ്രേഷൻ ആണോ ഈ പൊങ്കൽ ഉദ്ദേശിച്ചത്? അല്ല, മാട്ടുപൊങ്കൽ നമ്മളെ ഇവിടത്തെ പോലെയല്ല. സൗഭാഗ്യ തമിഴാണ്, മലയാളിയല്ലേ. അപ്പം അവിടെ തമിഴ്നാട്ടിൽ മാട്ടുപൊങ്കലുണ്ട്. ആ മാട്ടുപൊങ്കലാണ് ജല്ലിക്കെട്ടൊക്കെ നടത്തുന്നത്. അപ്പൊ അത് അന്ന് കാളെ പൂജിക്കും എല്ലാവരും. അപ്പം തമിഴ്നാട് ഫുൾ അങ്ങനെ ഇല്ലെങ്കിലും വളരെ കാര്യമായിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പശുവിനെ അല്ലെങ്കിൽ കാളെ വളർത്തുന്ന പോലെ അല്ല തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നോർത്തിലോട്ടൊക്കെ അങ്ങനെ ചെയ്യണം. അവർ കുറെ കൂടെ ഭയങ്കര ഡിവൈനായിട്ടൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ സൗഭാഗ്യ മാട്ടുപൊങ്കലിന്റെ കാര്യം സൗഭാഗ്യ ത്രൂ ആണ് ഞാൻ അറിയുന്നത്. നമുക്ക് ഇവിടുത്തെ ആറ്റുകാൽ പൊങ്കൽ മാത്രമേ അറിയാവൂ. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നിങ്ങളുടെ ആൾക്കാർ ചോദിച്ചോലെ നമുക്കിതിപ്പം സൗഭാഗ്യം നേരത്തെ ചോദിച്ചില്ലേ ഇങ്ങനെ എൻജോയ് ചെയ്താണോ ചെയ്യുന്നതെന്ന്. അത് എൻജോയ് ചെയ്ത് വളർത്തിയാൽ മാത്രമേ അത് നമുക്ക് എൻജോയ് ചെയ്യാം. ഈ വളർത്തലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നാണ്. എൻ്റെ വീട്ടിൽ കുറേ പശുക്കളും കാളയായിട്ട് നമ്മൾ ജീവിച്ചല്ല, അഞ്ജുവിന് അറിയായിരിക്കും. അതുപോലെ തന്നെ സൗഭാഗ്യ വീട്ടിൽ ഇങ്ങനെ കാളയും പശുവായിട്ട് നമ്മൾ ജീവിച്ചു വരുന്നതല്ല. നമുക്കിതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിച്ച് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് പല മിസ്റ്റേക്കുകളും ഉണ്ടാവും, നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്കിങ്ങനെ ആനിമൽസിൻ്റെ പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൗഭാഗ്യം അതുപോലെ ആയതുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്നു. സൗഭാഗ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൗഭാഗ്യക്ക് പകരം വേറൊരാൾ ചെയ്താൽ നമുക്ക് ഈ കാളെ പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. കാള നല്ല അഗ്രസീവായിട്ടുള്ളൊരു ജീവിയാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പോയിന്റിൽ പോയി പിടിച്ചുകൊണ്ട് നിർത്തിയൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. എങ്കിൽ അത് ഇടിച്ചു എവിടെയും കളയും. ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അവരെ വളർത്തുന്ന ട്രെയിൻ ചെയ്യാനൊക്കെ വേറെ രീതിയിലാണ്. അർജുൻ ചേട്ടനെ കാണുന്ന സമയത്ത് ലൈക്ക് ഇവരുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു വീട് ഫുൾ ഒന്നല്ല അത് അന്ന് ഡോഗ് ഉള്ളതുകൊണ്ട് നിങ്ങളാരും വീട്ടിൽ വരാത്തോണ്ടാണ്. അന്നും ബേർഡ്സും പിന്നെ ബേർഡ്സ് ഉണ്ട്, അന്നേ ക്യാറ്റ്സ് ഉണ്ട് അറിഞ്ഞൂടി. അപ്പുറത്ത് വന്നോണ്ടിരുന്ന ഓറിയോ ഒക്കെ അറിഞ്ഞൂടി. അങ്ങനെ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ കാണുന്ന പോലത്തെ ഒന്നും അന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെറ്റ് ലവർ ആണ് എന്നുള്ളത് കുഞ്ഞിലെ അറിയുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ചേട്ടൻ ഇത്രയും രീതിയിൽ ഓരോ ലൈക്ക് ഈ പറയുന്ന പോലെ ഓരോ വർഷം അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇന്ന് ഞാനാണ് ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ, ഇതാണ് അമ്മ ഇവിടുത്തെ. അപ്പം നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ വളർത്തും, അതാണ് സംഭവം. നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. അന്ന് വീട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ വീട്ടുകാർക്ക് അത് സമ്മതിക്കൂല. അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ലല്ലോ വീട്ടിലുള്ളത്, വേറെ ആൾക്കാരില്ലേ. എല്ലാവരുടെയും സൗകര്യം നോക്കണം. അങ്ങനെ ചേച്ചി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടിക്ടോക്ക് സ്റ്റാർ എന്നുള്ള ഒരു ലേബൽ മുതലാണ് കണ്ടു തുടങ്ങുന്നത്. ഇപ്പൊ ചേച്ചി ആ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? ആ പണ്ട് ഇങ്ങനെ ഇല്ല അത് ഓർക്കാറുണ്ടോന്ന് ആരെങ്കിലും ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോഴാണ് ഞാനും അറിയാം. അതൊരു പീരീഡ് ആയിരുന്നു. അതായിരുന്നു
എനിക്ക് ഫെയിം കൊണ്ട് തന്ന ഒരു പീരീഡ്. ഡബ് സ്മാഷ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ടിക്ടോക്ക്, അതാണ് ഡബ് സ്മാഷ് ക്വീൻ അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആ ഡബ് സ്മാഷിന് പിന്നെ മ്യൂസിക്കലി ടിക്ടോക്ക് അങ്ങനെ വന്ന ആ ഒരു പീരീഡ് ആണ് എനിക്ക് ഫെയിം ഉണ്ടാക്കി തന്നത്. ആ ഫെയിമിലാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, ചേച്ചിയെ പോലെ അത്രയും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡബ് ചെയ്ത് ചെയ്യുന്ന ഒരാൾ എനിക്കൊന്ന് അന്ന് നിങ്ങളെ പോലെ കുറച്ച് പേരുണ്ട്. ഒരു വളരെ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. പക്ഷെ അന്ന് ചേച്ചിയെ പോലെ ഒരു 2-3 പേര് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഉണ്ടായിരുന്നിരിക്കും കേട്ടോ. പക്ഷെ സോഷ്യൽ മീഡിയ ഫേസ് ചെയ്യാനുള്ള ഫിയർ കാരണം ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. ഗട്ട്സ് ഉള്ള കുറച്ച് പേരാണ് അന്ന് വീഡിയോ ഇട്ട് തുടങ്ങിയത്. വീഡിയോ ഇടുമ്പോൾ അറിയാലോ, പണ്ടൊക്കെ ഇതിന്റെ 100 ടൈംസ് ഉണ്ടായിരുന്നു. ബുള്ളിങ്ങും ഇതൊക്കെ ഹറാസിംഗ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ചേച്ചി അന്നും ഫേസ് ചെയ്തിരുന്നോ? പിന്നെ ചവറ് പോലെ അങ്ങ്. പക്ഷെ കമന്റ്സ് ഒന്നും നോക്കാതെ കണ്ടിന്യൂ ആ കൺസിസ്റ്റൻസിയിലാണ് ഫെയിം ബിൽഡ് ചെയ്തെടുത്തത്. കമന്റ് ചെയ്തോണ്ടിരുന്നവർ ഇപ്പോഴും അവിടെ ഉണ്ട്. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അത് മൈൻഡ് ചെയ്യാതെ വീഡിയോ ചെയ്തവരെല്ലാരും ഇന്ന് നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ വൈസ് നോക്കുമ്പോൾ. മനസ്സിലായി. ചേച്ചി എന്താ പഠിച്ച എഡ്യൂക്കേഷൻ ഒക്കെ എന്തായിരുന്നു? ഞാൻ ഡിഗ്രി PG എല്ലാം ഡാൻസിലാണ് ചെയ്തത്. MG യൂണിവേഴ്സിറ്റി RLB കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ്. അതിനുശേഷമാണ് ഡാൻസ് സ്കൂളായിട്ട് അങ്ങ് തുടർന്ന്. ഡാൻസ് സ്കൂൾ നമുക്ക് അതിന് അമ്മയുടെ 7th സ്റ്റാൻഡേർഡ് തൊട്ടേ എനിക്ക് എൻ്റെതായ ബാച്ചൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. എന്നെ അർജുൻ ചേട്ടനാണ് എന്നെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിച്ചത് മുമ്പ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് ആയപ്പോൾ അമ്മ ഇങ്ങനെ, മുമ്പ് ബോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ജോലിയൊക്കെ ആയി പോയതിനു ശേഷം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ സിനിമാറ്റിക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നോ പഠിപ്പിക്കുന്നോ എന്ന് ഇങ്ങനെ അമ്മ ചോദിച്ചു. അപ്പോൾ അർജുൻ ചേട്ടൻ പഠിപ്പിച്ച ലെസൺസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അന്നൊരു 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബാച്ചിൽ. അങ്ങനെ ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചെന്ന സ്റ്റെപ്സ്, ചേട്ടൻ പഠിപ്പിച്ചെന്ന സോങ്സ് ഒക്കെയാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ സ്ലോലി സിനിമാറ്റിക് മാറി സിനിമാറ്റിക്കും ക്ലാസിക്കലും. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അറിഞ്ഞപ്പം. കാര്യം ഞാനല്ലായിരുന്നു അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആള്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോഴും വേറെ ഡാൻസ് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, വേറെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, വേറെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ചെയ്ത ഡാൻസ് അല്ലാതെ ഞാൻ പറഞ്ഞ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ടീച്ചറിന്റെ മോളല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത്രയും പേര് വേറെ ആൾക്കാർ കോറിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ചൊരു ഡാൻസാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സൗഭാഗ്യം എനിക്ക് കാണിച്ചു. സൗഭാഗ്യം എന്ന ഡിഗ്രിയൊക്കെ ആയി. അപ്പോൾ ഞാൻ സൗഭാഗ്യ 7th ആയപ്പോൾ ഞാൻ നിർത്തിപ്പോയി. 7th 8th ആയപ്പോൾ പോയതുകൊണ്ടല്ലേ 7th 8th ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ഞാൻ അപ്പോഴത്തേക്ക് ടെക്നോ പാർക്കിൽ കയറി. പിന്നെ സൗഭാഗ്യ ഫോണിലൊക്കെ വിളിക്കുമ്പോൾ സൗഭാഗ്യ ടീച്ചറിൻ്റെ കോൾ എടുക്കുമ്പം ടീച്ചറുണ്ടോ സൗഭാഗ്യം എന്നൊക്കെ ചോദിക്കണ ഇതേ ഉള്ളൂ. അല്ല അങ്ങനെ പിന്നീട് ഞാൻ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞാണ് കാണുന്നത്. ഈ എൻ്റെതായ ക്ലാസ് ഒക്കെ സ്റ്റാർട്ടിന് ശേഷം പിന്നെ ഒരിക്കൽ അർജുൻ ചേട്ടൻ ഇങ്ങനെ അമ്മയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കൊറിയോഗ്രാഫ് ചെയ്തൊരു സോങ് ഇങ്ങനെ കളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ചേട്ടനെ. അപ്പൊ ചേട്ടൻ കൊള്ളാന്നൊക്കെ പറഞ്ഞു. അന്ന് അന്യനില് കണ്ണും നോക്കിയ, അതാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇടുന്ന ഒരു സോങ്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി ഞാൻ ഈ ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിട്ടാണ് അമ്മ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി ക്ലാസ് എടുത്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ എനിക്കും ഞാൻ 7th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് എൻ്റെതായ ഒരു ഇൻകം എനിക്ക് പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ താരകല്യാൺ ഡാൻസ് നമ്മുടെ 2 ഫാമിലിയുടെ ഒരു കോമൺ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഡാൻസ് കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് ഒന്നും ചെയ്യില്ല. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു +1 പോകുന്നത്. അല്ല 10ാം ക്ലാസ്സിൽ പോയി +1 തൊട്ട് പ്രോഗ്രാം തുടങ്ങി. 10th വന്നു. അപ്പം +1 തൊട്ട് എനിക്ക് ഇൻകം വന്നത് എൻ്റെ അടുത്ത് വീട്ടിൽ അവിടെ പൈസ അവിടെ കയ്യിൽ വെക്കണ്ട, അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളുണ്ടാക്കുന്ന പൈസ നമുക്ക് എടുക്കാം. അതുപോലെ സൗഭാഗ്യം അങ്ങനെ ഒരു ഇതുണ്ട്. 7th സ്റ്റാൻഡേർഡ് സൗഭാഗ്യം എടുക്കുന്ന ബാച്ചിൻ്റെ പൈസ സൗഭാഗ്യയുടെ പൈസ ആയിട്ട് എൻ്റെ ടീച്ചർ വെച്ചു. അപ്പം നമുക്കൊരു അങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഒക്കെ നമുക്ക് അന്ന് വരും. മനസ്സിലായില്ലേ? മനസ്സിലായി. എനിക്ക് അതേപോലെ തോന്നി, ഇപ്പം നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നതും അതേപോലെ ഇങ്ങനെ ഈ പിടിച്ചിരിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാം എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല. ഇപ്പം ചേട്ടൻ പറയുമ്പോഴാണെങ്കിൽ പോലും പണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവരുടെ റെസ്ട്രിക്ഷനിലാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ ഒന്നും കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു വൈബായിട്ടാണ് തോന്നിയത്. ലെറ്റ് ഇറ്റ് ബി, എന്താണോ ആ രീതിയിൽ പോകുന്ന ഒരു ഹാപ്പി കപ്പിൾ പോലെയാണ് തോന്നുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കില്ലല്ലോ. അപ്പൊ അതല്ലാത്ത മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? പെറ്റ്സിന്റെ കൂടെ ഇരിക്കും. ചേട്ടൻ ഒരു നല്ല മൂവീസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സീരീസ് ആണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ് ചേട്ടൻ. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം അങ്ങനെയൊക്കെ കണ്ട ഒന്ന് റിഫ്രഷ് ആവും. പെറ്റ്സിന്റെ കൂടെ ഇരുന്ന ഓക്കെ ആവും. എനിക്കൊക്കെ പെറ്റ്സിന്റെ കൂടെ ഇരുന്ന പെട്ടെന്ന് മൂടിയാണെങ്കിൽ ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്ന എൻ്റെ ഡോഗ്സിന്റെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യും. അതായിരിക്കും എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിലീഫ് കിട്ടുന്നത്. ചേച്ചി പണ്ട് മുതലേ പെറ്റ് ലവർ ആയിരുന്നോ അത് പുള്ളി ലൈഫിൽ വന്നതിന് ശേഷം? പണ്ട് തൊട്ടായിരുന്നു. പക്ഷെ 10th സ്റ്റാൻഡേർഡ് ആവാതെ അമ്മ ഡോഗിനെ എടുത്ത് തരില്ല എന്ന് പറഞ്ഞു. അതായത് ഡോഗ് ലവർ ആയിരുന്നു.
അങ്ങനെ പുറകെ നടന്ന് ഈ പറഞ്ഞ പോലെ ജീവികളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ വളർത്താൻ പട്ടിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഓക്കെ. അങ്ങനെയാണ്. 10th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു പട്ടിക്കുട്ടി എടുത്തു തരുന്നത്. അത് ഇതുപോലെ റോട്ട് വൈലർ ആഗ്രഹിച്ചിരുന്ന എനിക്ക് പഗ്ഗിനെയാണ് അമ്മ എടുത്തത്. റോട്ടിനൊന്നും എടുത്തു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഗ്ഗെങ്കിൽ പഗ്ഗ് ഏതെങ്കിലും ഒരു ഡോഗിനെ എനിക്ക് വളർത്തണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വെറുത്ത് സമ്മതിച്ചാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഗ്ഗിനെ വളർത്തി, അങ്ങനെ ഇഷ്ടമായി. ആദ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു റോട്ടിനെ കാണുന്നത് അർജുൻ ചേട്ടൻ്റെ തൊട്ട് അങ്ങനെയൊക്കെ പാമ്പറൊക്കെ ചെയ്യുന്ന അർജുൻ ചേട്ടൻ്റെ റോട്ടിനെയാണ്. അപ്പൊ ഈ പുതിയതായിട്ട് കാളയുടെ പേരെന്തായിരുന്നു? നന്ദികേശ്വർ. ഓക്കെ. ഇപ്പൊ ഇതുമായിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയാണ് പോകുന്നത് ചേച്ചി? ഈ ആദ്യം ഈ പട്ടികളെ ലൈക്ക് ട്രീറ്റ് ചെയ്യുന്നതും അത് കാണുമ്പോഴേ ആൾക്കാർക്ക് വേറൊരു ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്. അല്ല, അത് സൗഭാഗ്യം നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ ടീച്ചറാണ് അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അറിയാതെ ചെയ്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളെപ്പോഴും ഡോഗിനെ ഒരു ആനിമലിനെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അതുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടോ, അതിൻ്റെ എനർജി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു പെറ്റിനെ തിരഞ്ഞെടുക്കാൻ. ഒരു വർക്കിംഗ് ക്ലാസ് ഡോഗിനെ എടുത്ത് നമ്മൾ വീട്ടിലിട്ട് എപ്പോഴും കൂട്ടിയിട്ട് വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അഴിച്ചു വിട്ടാൽ കടിക്കും, ആര് പിടിച്ചാലും വലിച്ചുകൊണ്ട് ഓടും എന്നൊക്കെ പറയാം. അത് കാര്യം എന്ന് പറഞ്ഞാൽ അത്ര എനർജി ഉണ്ട്. പ്രോപ്പറായിട്ട് അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ അതിനൊരു ബിഹേവിയർ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ വളർത്തരുതെന്ന് പറയും. സൗഭാഗ്യം എൻ്റെ കൂടെ ജീവിച്ചപ്പോഴത്തേക്ക് തൊട്ട് സൗഭാഗ്യം അറിയാം നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ വാങ്ങിക്കും. നമ്മളെ കൊണ്ട് പറ്റുകയാണോ നമുക്ക് വാങ്ങിക്കും എന്നുള്ളത് സൗഭാഗ്യം അറിയാം. ഇപ്പം പെട്ടെന്നൊരു കാളെ കണ്ട് ഷോക്കായി പോകാനൊന്നും എൻ്റെ ഭാര്യ നിൽക്കില്ല. പക്ഷെ ഞാൻ കാളെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരിക്കും എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അവിടെയോ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പോയതല്ല. ഞാൻ ജസ്റ്റ് എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊള്ളാമെന്നുണ്ടെന്ന്. വൈഫ് തമിഴ്നാട്ടിലെ കാര്യമാകുമ്പോൾ നമുക്ക് തമിഴ് കൾച്ചറൊക്കെ എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ പോയി വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയത്. ഇസ്ലാം പട്ടിയൊക്കെ അല്ലേ, ആരും പരിചയമൊന്നുമില്ല, ചുമ്മാ പോയി അവരോട്. ഇല്ലില്ല, കുറച്ച് ഫ്രണ്ട്സും ഞാനും 2 ഫ്രണ്ട്സും. അപ്പം അങ്ങനെ അവിടെ വെച്ച് 2 പേരെ പരിചയപ്പെട്ട് അവർ പറഞ്ഞ് നമ്മളെ സ്ഥലത്ത് വന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമോ പൊങ്കൽ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറയുമല്ലോ, സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായി. അപ്പം അങ്ങനെ അവർ അവരുടെ നാട്ടിൽ തന്നെ വിളിച്ചുകൊണ്ട് പോയി പൊങ്കലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പൊങ്കൽ എന്താണെന്ന് മനസ്സിലായി. അവിടെ കുറേ മറ്റേ നമ്മൾ ഓണത്തിനുള്ള പോലെ ഓട്ട മത്സരം, കുറിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട്. അപ്പോൾ പൊങ്കൽ എന്താണ് കുറേ കൂടെ മനസ്സിലായി. അപ്പം ഇവർ ഈ കാളയെ പറ്റി ഭയങ്കര പെരുമയായിട്ട് പറയണതും മുട്ടുകിടായ ഉണ്ടല്ലോ, ഇടിക്കുന്ന ആട്, കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്ന ആട്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പം എനിക്കിതൊക്കെ കുറച്ച് ഈ പൊതുവെ എൻ്റെ ബ്ലഡിൽ അതുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഹൈപ്പറായിട്ട് പറയുമ്പോഴേ എൻ്റെ ഫ്രണ്ട്സ് 2-3 പേരും സൗഭാഗ്യം ചെയ്താൽ തീരുമാനിച്ച് ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇവർ പറയണം അപ്പോൾ വാങ്ങിക്കുക തന്നെ, എനിക്ക് വാങ്ങിച്ചോണ്ടോ, സർപ്രൈസ് ഒന്നും വേണ്ട. ഞാൻ ചുമ്മാ കാണാൻ വന്ന്. പക്ഷെ 1 മാസം ആയപ്പോൾ തലയിലടിച്ചു. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതില്ലാതെ വയ്യാന്ന്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടൻ ഡോഗ്സിന് എല്ലാ ബ്രീഡ്സിനെയും വളർത്തി ആ സ്കിൽസ് ഒക്കെ കാണിച്ച ആ ഒരു ഫൺ പോയെന്ന് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് ഈ വളർത്താൻ ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ ഡോഗ്സിനെയും വളർത്തി അതിനെ ട്രെയിൻ ചെയ്ത് പ്രസന്റ് ചെയ്ത് ആൾക്കാരൊക്കെ വന്ന് കാണാൻ എല്ലാവരും പൊതുവെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. അർജുൻ ഡോഗ് വളർത്തുന്ന പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടാണ്. അർജുൻ്റെ ചേട്ടൻ്റെ റോട്ട് വൈലറിനൊക്കെ എപ്പോഴും എല്ലാവരും ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിച്ചു. അർജുൻ്റെ റോട്ട് ഭയങ്കര അനുസരണയാണെന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത ലെവലിലോട്ട് പോകാൻ ഷോ ഡോഗ് അല്ല, വീട്ടിൽ വളർത്തുന്നതാണ്. പെറ്റ് ഡോഗായിട്ട് വളർത്തുന്ന കാര്യമാണ് പറഞ്ഞത്. ഷോ ഡോഗ്സ് വളർത്തുന്ന വളരെ നല്ല ആൾക്കാരൊക്കെ നമുക്കറിയാം. നമ്മൾ ഷോ ഡോഗ്സിന്റെ കാര്യമേ അല്ല പറഞ്ഞത്, ഒരു ബിഹേവിയർ കൊള്ളാന്ന് നമ്മളെ സർക്കിളുള്ളവർ പറയാറുണ്ട്, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ. അടുത്ത ലെവലിലോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാളയുടെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത ലിസ്റ്റിൽ ഇതിന്റെ അടുത്ത് എന്തെങ്കിലും മൈൻഡിലുണ്ടോ? കുതിരയൊക്കെ ഉണ്ട്. ഇനി ആനയും കൂടെ ഉള്ളു. ഇല്ല, കുതിരയും കാളയൊക്കെ ഏകദേശം സെയിം റേഞ്ച് അല്ലേ? ആനയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹോഴ്സും ബുള്ളും ഒക്കെ ഏകദേശം സെയിം റേഞ്ച് തന്നെ, എനർജി ഒക്കെ സെയിം. അത് തന്നെ നമുക്ക് വളർത്താൻ. ഇപ്പം ആനയാണെങ്കിൽ ആന പാപ്പാൻ, മറ്റേ ലൈസൻസ് പാപ്പാൻ വേണം, അവന് നമ്മൾ ചെലവ് കൊടുക്കണം. അതൊന്നും ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിക്കില്ലായിരുന്നു അർജുൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ. കാരണം ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഒരു എന്താ എനർജി കാണിക്കാൻ പറ്റുന്ന ഒരു ആൽഫ ഒരു ടൈപ്പ് ഒന്നും അല്ല. ഡോമിനേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയാലേ ഇതിനൊക്കെ ഒരു കൺട്രോളിൽ നിർത്താൻ പറ്റുള്ളൂ. അത് അർജുൻ ചേട്ടനെ കൊണ്ടേ പറ്റൂ. എനിക്കൊന്ന് കേരളത്തിലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കപ്പിൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും. കേരള പെറ്റ് ഫാം അല്ലേ? അതെ, ആരാ? കേരള പെറ്റ് ഫാം രഞ്ജിത്തും സൂതിയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് വളർത്തുന്നത്. അതെ അതെ അതെ, നമ്മളെക്കാളും വളരെ പ്രൊഫഷണലാണ്. അവർക്ക് ഇഷ്ടം പോലെ സ്ഥലം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ എൻക്വയറീസ് ഒക്കെ ചോദിക്കുന്നവരുണ്ടോ? അതായത് നിങ്ങൾ ഈ പെറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഇതേപോലുള്ള ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. ചുമ്മാ ട്രെയിൻ ചെയ്യാനൊക്കെ വിളിക്കും, ചേട്ടൻ പോവില്ല. ചേട്ടാ
ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അവളെ കഷ്ടപ്പെട്ട കണ്ടുപിടിച്ചു ചുമ്മാ ചേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ പട്ടിയെ ഞാൻ വേറൊരു പട്ടിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം ഞാൻ പേഴ്സണലി ചോദിക്കട്ടെ, എനിക്ക് കണ്ടല്ലോ നേരത്തെ, എനിക്ക് നല്ല പേടിയാണ് സീരിയസ്ലി. അത് എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഒരു പട്ടിക്കുട്ടിയോ പട്ടിയോ വന്ന് മിണ്ടാതെ നിന്നാൽ പോലും എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇടിക്കും. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം അതവിടെ മിണ്ടാതിരിക്കുകയാണെന്ന് അറിയെങ്കിലും ഇങ്ങനെ, അതായത് ഒരു റോഡിന് ഞാൻ പോകുമ്പോൾ എൻ്റെ നേരെയാണ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രോസ് ചെയ്യും. ശരിക്കും പറയാം, ഞാൻ ക്രോസ് ചെയ്ത് എനിക്ക് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എന്റെ ഫ്രണ്ട് പാമ്പാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഓടൂലേ. ഒരു പാവം പാമ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല, ഞാൻ ഓടിപ്പോ. എന്റെ ഫോബിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും അങ്ങനെ ഇപ്പൊ എല്ലാ പട്ടികളും കടിക്കാനായിട്ടായിരിക്കില്ലല്ലോ നിൽക്കുന്നത്, അറിയില്ല. പക്ഷെ അപ്പൊ ഞാൻ വിചാരിക്കും പേടി മാറ്റണം എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അത് മാറിയിട്ടില്ല. അങ്ങനെ ഒരു വീട്ടിൽ വളർത്തണമെന്ന് സമ്മതിക്കൂല, അത് വേറെ കാര്യം. എനിക്കിപ്പോഴും പേടിയുണ്ട്. എന്റേതല്ലാത്തൊരു പട്ടി എനിക്ക് പേടിയാണ്. എന്നാലും ചേച്ചിക്ക് അത്ര ഒരു പേടി വരത്തില്ലല്ലോ, ചേച്ചി യൂസ്ഡ് കൂടുതൽ അറിയുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേരത്ത് ഒരു ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണെന്ന് അവർ എടുക്കായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ അറിയുമ്പോഴല്ലേ നല്ല മൂർച്ച എടുത്ത കൈ മുറിയെന്ന് അറിയുമ്പോഴല്ലേ നമ്മൾ പേടിക്കുന്നത്. ഇതുകൊണ്ട് പട്ടിയെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് കുറച്ച് പേടിയൊക്കെ വരുന്നത്. വേറൊരു ഡോഗ് അർജന്റീന കൊണ്ടുവന്നിട്ട് പോയി തൊട്ടോന്നൊന്നും പറഞ്ഞാൽ ഞാൻ തൊടത്തൊന്നുമില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് എന്റെ ഡോഗിനെ മാത്രമേ വിശ്വാസമുള്ളൂ, എന്റെ ഡോഗിനെ മാത്രമേ എനിക്ക് പേടിയില്ലാതുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ ന്യൂസ് ഒക്കെ കാണാറില്ല, ഇങ്ങനെ ഈ പട്ടികൾ ഇങ്ങനെ ആക്രമിക്കുന്ന സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? മനുഷ്യരെ ആക്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? ന്യൂസ് പറഞ്ഞില്ലേ, മനുഷ്യരെ ആക്രമിക്കുന്നു, രാത്രി ഇപ്പം പിടിച്ചു പറിക്കുന്നു, കള്ളന്മാര് കുത്തിക്കൊല്ലുന്നു, പെമ്പളെ റോഡിനൊക്കെ സമ്മതിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ആക്രമിക്കും. അതുപോലെയൊക്കെ തന്നെ ഉള്ളു പട്ടിയുടെ കാര്യം. എല്ലാ പട്ടികളും ഒരുപോലെ അല്ല, എല്ലാവരും വീട്ടിലെ പട്ടി ഒരുപോലെ അല്ല, റോഡിലുള്ള എല്ലാ പട്ടി ഒരുപോലെ അല്ല. ഈ റോഡിലുള്ള പട്ടി കടിച്ചെന്ന് പറഞ്ഞു, ഈ കടിക്കുന്ന പട്ടിയാണ് അമ്മ പോയി അടിച്ചു കൊല്ലണത്. കടിക്കുന്ന പട്ടിയല്ലേ, മിണ്ടാ കിടക്കുന്ന പട്ടിയെ ഓടിച്ചിട്ട് അടിച്ചോളൂ. ഞാൻ ഇന്നലെയും കണ്ടല്ലോ, ഒരു നടന്നോണം അടിക്കും, ഒരു കമ്പെടുത്തൊരു പട്ടിയാണ്, ചുമ്മാ ഒരു പട്ടി കിടന്ന് ഉറങ്ങണം, കമ്പെടുത്ത് കഴിഞ്ഞ് പട്ടി ഓടിക്കണം. ഇനി അതിന് മുമ്പ് എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നും അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുമേ ജനറലൈസ് ചെയ്യാനൊന്നും പറ്റൂല. ഉപദ്രവിക്കുന്ന പട്ടികള് എനിക്ക് പറയാനുള്ളത്, ഈ നാടൻ പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുകൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഏത് പട്ടിയെ വീട്ടിൽ വളർത്തിയാലും നമ്മൾ വെളിയിൽ പട്ടി ചാടിപ്പോയി മേറ്റാവുന്ന നാട്ടില് ആൾക്കാർ മെനക്കെട്ട് ഗവൺമെന്റ് ഒക്കെ കൊണ്ട് ന്യൂട്രലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് പട്ടികളെല്ലാം. അപ്പൊ ചെവി ഇങ്ങനെ കട്ടി ഇങ്ങനെ കണ്ടാൽ അറിയാം നമുക്ക് ന്യൂട്രൽ ചെയ്ത പട്ടികളാണെന്നുള്ളത്. പിന്നെ ഇതെങ്ങനെ പട്ടിക്കുട്ടികൾ ഉണ്ടാവണം? ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ ചാടി പോണതാണ്. അല്ലെങ്കിൽ ഈ രണ്ട് പട്ടിയെ വീട്ടിൽ വളർത്തിട്ട് ശ്രദ്ധിക്കാതെ ഒരുമിച്ച് വിട്ടാൽ ഇല്ല, വീട്ടിനകത്ത് തന്നെ മേറ്റാവുന്ന കുട്ടികളെ എടുത്ത് റോഡിൽ വിടും. അങ്ങനെ ഗേറ്റ് തുറന്നിട്ടേക്കുന്ന ഇഷ്ടം പോലെ വീടുകളുണ്ട്. വീട്ടില് പട്ടിയെ വളർത്തിയിട്ട് ഗേറ്റ് തുറന്നിട്ട് പട്ടി എവിടെ അത് വെളിയിലൊക്കെ പോയി കറങ്ങി മൂത്രമൊക്കെ. ഒരു സന്തോഷം തന്നെ. അങ്ങനെയല്ല ഡോഗിനെ വളർത്തുന്നത്. അപ്പൊ അത് വെളിയിൽ പോയി മേറ്റ് ആവണുണ്ടോ ഇല്ലെന്നൊക്കെ ഈ ഓണർ എങ്ങനെ അറിയും? അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പട്ടിയെ വളർത്തുമ്പോഴാണ് ആ ഏരിയയിൽ പോയി വേറെ ഡോഗായിട്ട് മേറ്റായി അവിടെ മൊത്തം ലിറ്ററായി പട്ടിക്കുട്ടികളായി ഇങ്ങനെ ഇതാവുന്നത്. ഗവൺമെന്റ് വിദ്യാഭ്യാസമൊക്കെ മനുഷ്യനാണല്ലോ ഉള്ളത്. ഇപ്പൊ മനുഷ്യന്മാരെ ശ്രദ്ധിക്കാന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് ന്യൂസ് ഉണ്ട്, ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റില്ല, അവിടെ മൊത്തം ഒരാൾ പട്ടി വളർത്തണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. അത് ഒരാൾക്ക് ദ്രോഹം പറഞ്ഞ രീതിയിലല്ല പട്ടി വളർത്തുന്നത്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പട്ടി വളർത്തുമ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒരാളെ പട്ടി വളർത്താൻ സമ്മതിക്കാത്തത്. എനിക്കാണ് നമ്മളെ നാട്ടിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ സമ്മതിക്കാത്തത്. അപ്പം അത് പറ്റാത്തതിന് കാരണം ഇതാണ്, ഇങ്ങനെ ജനറലൈസ് ചെയ്യണോണ്ടാണ്. അതൊരു ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്. പക്ഷെ നമ്മളതിനെ കുറിച്ച് പറയാതിരിക്കണമെന്നല്ല, നമ്മളെ ഐഡിയ വീട്ടിൽ തന്നെ ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റായി കുട്ടികളായി കഴിഞ്ഞാൽ നേരെ കൊണ്ട് റോഡിൽ കളയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അതിന് എത്രയോ പ്രൊവിഷൻ ഉണ്ട്. ന്യൂട്രൽ ചെയ്യാം, സ്പേ ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഡോഗിന് അത്രയും പുറത്ത് വിട്ടേ അടങ്ങുള്ളൂ അങ്ങനെയുള്ള വീട്ടുകാരാണെങ്കിൽ ഇതുപോലെ ന്യൂട്രോ സ്പേയോ ചെയ്തിട്ട് വെളിയിൽ വിട്ടാൽ കുഴപ്പമില്ല. ആക്ച്വലി ഗവൺമെന്റ് എല്ലാ മെഷേഴ്സും എടുക്കുന്നുണ്ട് സ്ട്രീറ്റ് ഡോഗ്സ് അങ്ങനെ പെരുകാതിരിക്കാനായിട്ട്. പക്ഷേ ഈ വീടുകളിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഡോഗ്സിനെ വളർത്തുന്നവരാണ് പിന്നെയും ഈ ഡോഗിന്റെ പോപ്പുലേഷൻ ഇങ്ങനെ. നമ്മൾ നാടൻ പട്ടിയെ വളർത്തണം, നമ്മുടെ നാട്ടിൽ ഈ പട്ടിയുള്ളപ്പോൾ നമ്മൾ എന്തിന് ഇമ്പോർട്ട് ഡോഗ്സിനെ വളർത്തുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പട്ടിയെ വളർത്തുന്നു എന്നൊക്കെ. ഈ സ്ട്രേ ഡോഗ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പട്ടിയാണെന്ന് ആരും ഇവർ പറഞ്ഞാൽ മതി. ഈ സ്ട്രേ ഡോഗ് ഇങ്ങനെ റോഡുണ്ട്. നമ്മുടെ നാട്ടിലെ പട്ടി എന്ന് പറഞ്ഞാൽ രാജപാളയം, ചിപ്പിപ്പാറ, പുള്ളിക്കൂത്ത, മുതോള ഹോണ്ട്, ഇതൊക്കെയാണ് ഇന്ത്യൻ ബ്രീഡ്സ്. ഇതൊന്നും ഇന്ത്യൻ ബ്രീഡൊന്നും അല്ല. ഇതൊക്കെ ഏതോ കോളനൈസേഷൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡായി മറ്റേ അവിടെ നിന്നൊക്കെ ചാടിപ്പോയി വെളിയിൽ ആയിപ്പോയതാണ്. എന്തൊക്കെയോ മിക്സ് ബ്രീഡുകളാണ്. ഇപ്പോൾ അത് കുറുക്കനായിട്ട് വരെ ബ്രീഡായി മറ്റേ പുതിയ മ്യൂട്ടേഷനൊക്കെ നീങ്ങും. എന്നാലും നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല, നമ്മളെ കയ്യിലൊന്നും അല്ല ഈ ഇതിൻ്റെ വളർച്ച പോണതും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളെ ഡോഗ്സിനെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെയ്യും. പൂച്ചയാണെങ്കിലും അങ്ങനെ തന്നെ തുറന്നങ്ങനെ വിട്ട് വളർത്തരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ ഇതിന്? അതായത് ഡോഗ്സിന് നമുക്കിപ്പം സാരി കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ 5 ലക്ഷം രൂപ സാരി വാങ്ങിച്ചു കൊടുക്കും.
അങ്ങനെ ഡ്രസ്സിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം, നല്ല പൈസ ഉള്ളവർ. അവർ സാറിന് ചിലപ്പം 500 രൂപ സാരി കൊടുക്കും. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് upon us. നമുക്ക് പട്ടി എങ്ങനെ വളർത്താം, സാധാരണ ഫുഡ് കൊടുത്ത് വളർത്താം, എക്സ്പെൻസീവ് ഫുഡ് കൊടുത്ത് വളർത്താം. അതുപോലെ ചേച്ചിയാണെങ്കിലും ഇപ്പം ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഫാമിലി മെമ്പർ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആണ്. അതാണ് ഞാൻ പറയാം, ഫാമിലി മെമ്പർ പോണ പോലെയല്ല, ഫാമിലി മെമ്പർ തന്നെയാണ്. നമുക്കിതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ എക്സ്പെൻസ് നമുക്ക് കുറച്ച് ഹയർ സൈഡ് ആയിരിക്കും. യൂഷ്വലി ചിലർ ഇതിൽ നിന്നൊരു ബിസിനസ്, ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് ആ പൈസ തന്നെ അവർക്ക് വേണ്ടി തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കിട്ടിലും പ്ലാനിങ്ങിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് ഒറ്റ പട്ടിയെ വളർത്തി ഷോയൊക്കെ ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കുട്ടികളൊക്കെ എടുത്ത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തമായിട്ട് കാർ വാങ്ങിയില്ലെങ്കിലും പട്ടിയുടെ ചിലവെങ്കിലും അത് പോകും. പട്ടികളെ തന്നെ അതിൽ നിന്ന് തന്നെ ആ ചിലവിൽ തന്നെ നോക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് മേ ബി കുറച്ച് എക്സ്പെൻസ് നമുക്ക് ഹയർ സൈഡ് വരുമായിരിക്കും. പക്ഷേ ബട്ട് ദെൻ അഗൈൻ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിലൊരു വിഷമമില്ല. നമ്മളിപ്പോൾ ഇത്രയും ഡോഗ്സിനെ വളർത്തണം, കീപ്പ് ചെയ്യണമെന്നൊക്കെ പറയാൻ നമുക്കറിയാം, നമുക്ക് ഈ ഒരു പീരീഡിലേ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെ ഏജും നമ്മുടെ ഒരു ഇതൊക്കെ പ്രയോറിറ്റി ഒക്കെ മാറി വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മോൾക്കൊക്കെ മുമ്പേ അല്ലേ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ഒരുപാട് ഡോഗ്സ്. ഇപ്പം നമ്പേഴ്സ് കൂടിയത് അങ്ങനെയാണ്. ഇപ്പോഴാണ് നമുക്ക് വളർത്താൻ പറ്റുന്നത്. നമുക്ക് പറ്റാതാവുമ്പോൾ നമ്മളത് കുറയ്ക്കും. കുറച്ച് അവളിപ്പോ യൂസ്ഡ് ആണ് ഇവരെല്ലാരും അവർക്ക് അങ്ങനെ പിള്ളേരെല്ലാം അങ്ങനെ ജനിച്ചപ്പോ തൊട്ടേ ഇവരെല്ലാരും കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു പുതുമയില്ല. ചേച്ചിയുടെ ഒരു റുട്ടീൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ എനിക്ക് ഫിക്സഡ് റുട്ടീൻ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. വർക്ക് ഉള്ള സമയത്ത് ഡിഫറെന്റ് ആയിരിക്കും. എവറി ഡേ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. നമ്മളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ പോലെ നമ്മുടെ ഷെഡ്യൂളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളെ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഷെഡ്യൂൾസ് അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ വീട്ടിലുള്ള എല്ലാവരും അഡാപ്റ്റബിൾ ആണ്. ഒരു ചേഞ്ചിന് അങ്ങനെ ഭയങ്കര പ്രശ്നം കാണിക്കാറില്ല. നമ്മുടെ പെറ്റ്സ് ആണെങ്കിലും മോളാണെങ്കിലും ഒന്നും ഒരു ഷെഡ്യൂൾ ചേഞ്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറില്ല. എനിക്ക് നിങ്ങൾ മകളെ വളർത്തുന്ന രീതി ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അടിച്ചു. ഒന്നും ഇങ്ങനെ ഇമ്പോസ് ചെയ്ത് വളർത്തുന്നതായിട്ടോ എന്നാൽ അവളെല്ലാം അറിഞ്ഞു വളരുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒരു പിടിച്ചു കെട്ടി വളർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ പണ്ട് നമ്മളെ വളർത്തിയിരുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങളൊന്നും കൂടെ ജോയ്ഫുൾ ആയിട്ടാണ് കുഞ്ഞിനെ വളർത്തുന്നത്. എൻറ്റയർലി ട്രൂ അല്ല. ഡിസിപ്ലിനൊക്കെ ഒരു ബേസിക് ഒരു ഇതൊക്കെ നമ്മൾ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ വേറെ കുറെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പുറത്ത് പോയി അങ്ങനെ ബഹളം വെക്കരുത്. വീട്ടിൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായ റെസ്ട്രിക്ട് ചെയ്യാറില്ല. എങ്കിലും പുറത്ത് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള വീട്ടിൽ നിന്നേ കുറച്ച് പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. എനിക്ക് മുതിർന്ന ആൾക്കാരടുത്ത് തിരിച്ച് അങ്ങനെ സംസാരിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. എനിക്ക് പറ്റില്ല, നീ എടുത്തതാ, അങ്ങനെയൊക്കെ റെസ്പെക്ട് ഇല്ലാതെ പറയുന്നത് ഒരു മോശമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാറുണ്ട്. മലയാളമല്ലേ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്കത് റെസ്പെക്ട് ഇല്ലാത്തല്ലോ തോന്നും. എടുത്തതാ, എടുത്തു പോയി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എടുത്തു പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കൊച്ചുകുട്ടി പറയുമ്പോൾ ഭയങ്കര ഒരു മാതിരി തോന്നും. ഇപ്പൊ എടുത്ത് തരാമോ എന്ന് പറയണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എടുത്ത് വെക്കാമോ എന്ന് പറയണേ. പുതിയൊരു പേരന്റിങ് രീതി വെച്ച് നോക്കുമ്പോൾ ഞങ്ങള് അതുപോലെയല്ല. കാരണം എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ജെന്റിൽ പേരന്റിങ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള. അവർ എന്ത് ചെയ്താൽ എല്ലാം എവറിത്തിങ് ഇസ് ഓക്കെ, കുട്ടി പറയണതാണ് അതിന്റെ അൾട്ടിമേറ്റ്. അങ്ങനെയല്ല, അതല്ല. നോസും ഉണ്ട് യെസും ഉണ്ട്, ബാലൻസ് ചെയ്ത് പോകുന്നു. ഡാൻസ് ക്ലാസ്സിൽ ഒരു അഡ്മിഷന് ഒരു അമ്മയും മോളും വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു 4 വയസ്സുള്ള കുട്ടിയെടുത്ത് ഒരു അമ്മ ഇങ്ങനെ ബെഗ്ഗി ചോദിക്കണം, മോനെ ഞാനൊരു അഡ്മിഷൻ എടുത്തോട്ടെ, മോള് സമ്മതിക്കുമോ പ്ലീസ്. കുട്ടിക്ക് പറ്റില്ല. അമ്മയുടെ പൊന്നല്ലേ, അമ്മയും കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുക. ഡാൻസ് ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കണോ, അമ്മയ്ക്ക് അഡ്മിഷനും കൂടെ എടുക്കണമെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്ന പ്രായമൊക്കെ ആയവർക്ക്. അങ്ങനെയല്ല, നമ്മളൊരു പാത്ത് ഉണ്ടാക്കുക, അവർ അതുവഴി പോകും. അവർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തെ അവർക്ക് അതിലെല്ലാം ഇൻട്രസ്റ്റ് വരാണെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പെർമിഷൻ മോള് പെർമിഷൻ തരും അമ്മയ്ക്കും കൂടെ ചേരാൻ വേണ്ടിയിട്ട്. ഈ ഫ്രണ്ട് ആവുന്ന ഇട ആ സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കൊച്ചുകുട്ടിക്ക് താങ്ങുമെന്ന കാര്യമേ ചോദിക്കാവൂ. അവർക്ക് ഇഷ്ടമില്ല എന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊച്ചു പിള്ളേർ അമ്മമാർ തന്നിട്ട് ഈ ഡ്രസ്സ് ഇടണ്ട, അത് കൊള്ളൂല. ആലോചിച്ചതുള്ളൂ. അങ്ങനെ ഒരുപാട് കൊച്ചു കുട്ടികളെ ഇപ്പോൾ ഒരു ബോയ് ചൈൽഡ് ആണെന്ന് ചോദിച്ചു, ഒരു അമ്മ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് കൊള്ളത്തില്ല, അത് മാറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടിയിലെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊന്നും എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നാറില്ല. കുട്ടികൾ കുട്ടികളെ പോലെ ഇരിക്കണം. ഓക്കെ, മനസ്സിലായി. ആ ഒരു ഏജ് കവിഞ്ഞുള്ള ഒരു മെച്യൂരിറ്റി, ആ ഒരു സംസാരം ഒന്നും എനിക്ക്. നമ്മളെ കൂടെ ഉള്ള ഫ്രണ്ട് കൊച്ചുചെറുക്കന്മാരൊക്കെ ഉണ്ട്, അനിയന്മാര്, അമ്മമാര് ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാത്തതൊക്കെ. നിങ്ങൾ രണ്ടുപേരും ഫ്യൂച്ചറിസ്റ്റിക് ആണോ? അതായത് നാളെ എങ്ങനെ എന്നുള്ള രീതിയിൽ കാളയും പശുവിനെ വളർത്തി ഇവിടെ ആടിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോന്ന് ഫ്യൂച്ചറിസ്റ്റിക്? അത് പ്രസന്റിൽ ജീവിക്കുന്നവരാണ്. അതെ, പ്രസന്റിൽ ജീവിക്കുന്നവർ. പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാളെങ്കിലും ചെറുതായിട്ടെങ്കിലും നാളത്തേക്ക് വേണ്ടി എന്നുള്ളൊരു മൈൻഡുള്ള, നാളത്തേക്ക് വേണ്ടി ഫുഡ് അരിയുണ്ടോ,
മസാലപ്പൊടി ഉണ്ടോ ചിക്കൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സേവിങ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. റിലേഷൻഷിപ്പിൽ ഒരാള് പ്രസന്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും, ഒരാള് ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും. നമ്മൾ രണ്ടുപേരിലും നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ചില വിഭാഗങ്ങളിൽ അർജുൻ ചേട്ടൻ പ്രസന്റ് കാര്യങ്ങൾ മാത്രം നോക്കും, ഞാൻ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യും. ചില കാര്യങ്ങളിൽ ഞാൻ ടൂ മച്ച് പ്രസന്റ് കാര്യങ്ങൾ മാത്രം നിൽക്കുമ്പോൾ അർജുൻ ചേട്ടൻ ഫ്യൂച്ചർ. അങ്ങനെ നമ്മളൊരു ബാലൻസ് ആണ്. രണ്ടുപേരും ഫ്യൂച്ചർ ഫ്യൂച്ചർ നോക്കണം. ഫ്യൂച്ചർ ആലോചിച്ച് നമ്മൾ മറ്റേ പിശുക്ക് പോലെ ആയിപ്പോ അങ്ങനെ ചെയ്യാം. മനസ്സിലായി. ആവശ്യത്തിനല്ല. ഓക്കെ. നിങ്ങൾക്ക് ഈ മോളെ വളർത്തുന്നതിൽ ഇപ്പോഴത്തെ ഇതിൽ പോകുമ്പോഴത്തേനും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഇപ്പൊ ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനത്തെ രീതികളൊക്കെ കാണുമ്പോൾ പേടി തോന്നാറുണ്ട്. പേടി തോന്നാറുണ്ട്. ആണ്. ഉണ്ടുണ്ട്. എന്നും പനിയാണ്. സ്കൂളിൽ വിട്ട അപ്പൊ പനി പനിയല്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അനു ഒന്നും ഒരു പിയർ പ്രഷറിൽ ഒരു കാര്യം വന്ന് ഈ വീട്ടിലൊന്നും പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ദാറ്റ് ഷോസ് ഈ ഫാമിലിയിൽ ആ ഒരു പേരന്റിങ് രീതി നല്ലതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അർജുൻ ചേട്ടൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കത് അതാണ് കറക്റ്റ് കാര്യം എന്ന് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ മനു ഒക്കെ വളർന്നു വന്ന രീതിയിൽ അവർ സ്കൂളിൽ പോയി അവർക്ക് അറിയാലോ ട്രെൻഡ് എങ്ങനെയാണ്, അവരുടെ പിയർ ഗ്രൂപ്പ് എങ്ങനെയാണ്. അത് കണ്ട് എനിക്കത് ഫോളോ ചെയ്യണം എന്നൊരു വാശി അവരുണ്ട് ഈ വീട്ടിൽ വന്ന് അങ്ങനെ കാണിക്കാറേ ഇല്ല. അപ്പൊ നാദുണ്ട്. അപ്പം ഇപ്പൊ മോള് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവരാരും വേറെ കുറെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങനത്തെ സംസാരം ഇല്ല. അപ്പൊ ഒരു ബാലൻസിൽ പോകുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ. പണ്ടത്തെ പോലെ നമ്മൾ വളർന്നത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് അറിയുകയൊക്കെ ചെയ്യുക, ഒരു സപ്പോർട്ടൊക്കെ ചെയ്യും നമ്മളെ. കുട്ടികളുടെ പിയർ പ്രഷറിനെക്കാട്ടിലും എനിക്ക് പ്രഷർ തോന്നിയിട്ടുള്ളത് ഇപ്പോഴുള്ള ആ പിയർ ഗ്രൂപ്പ് ഓഫ് മോംസ് ഉണ്ടല്ലോ, അവരവരുടെ കുട്ടികളെ നോക്കുന്നത്, എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു, എന്ത് ചോദിച്ചാലും അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ തോന്നുമ്പം എനിക്കൊരു പ്രഷർ തോന്നുന്നു. അപ്പം നമ്മൾ മോശമാണോ, നമ്മൾ കറക്റ്റായിട്ട് ബൗണ്ടറീസ് വെക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോശം. ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ടൂ മച്ച് മറ്റെങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ജെന്റിൽ, ഈ ബ്രൈബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയൂലേ, അതിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പക്ഷേ അതൊക്കെ ചെയ്യും. സ്റ്റൈൽ വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാരന്റിങ് ചെയ്യുമ്പോഴത്തേനും അവരവരുടെ ഫാമിലിയിൽ അവരവരുടെ സ്റ്റൈലാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ മോളെ ഞാൻ സൗഭാഗ്യം വളർത്തുന്ന കണ്ടിട്ട് വേറൊരാൾ അവരുടെ മോളെ അങ്ങനെ വളർത്തുന്നതിനോട് മീനിങ് ഇല്ല. നമുക്ക് നമ്മുടെ രീതി നമുക്ക് സൂട്ട് ആവുക. നമ്മുടെ മോള് നമ്മളെ കൂടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്ന ആൾക്കാരാണ്. അപ്പം മോള് നമ്മളെ കൂടെ അഡാപ്റ്റ് ആവണമെങ്കിൽ നമുക്ക് എല്ലായിടത്തും കമ്പനി ആയിട്ടിരിക്കുന്ന ആളായിട്ട് നിൽക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് അവരുടെ മക്കൾ എല്ലായിടത്തും മിട്ടണം ഇഷ്ടമല്ല, അവരുടെ ആൾക്കാരടുത്ത് മാത്രം മിട്ടണം. ഇപ്പോഴേ എങ്കിൽ അവരുടെ രീതികൾ മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതാണ് നല്ലത്. നമുക്ക് നമ്മുടെ മോൾ നമ്മളെ രീതി ഇരിക്കുന്നതാണ് നല്ലത്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു പാരന്റിങ് അഡ്വൈസ് കൊടുക്കാറേ ഇല്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം അത് അങ്ങനെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചുറ്റുപാടൊക്കെ വെച്ചിട്ടേ അവരവരുടെ കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു ആംബിയൻസിൽ നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടോ അതുപോലെ നമുക്കൊരു കുട്ടിയെ വളർത്താൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ പറയും, ഇന്ന ആളുടെ മോൾ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുടെ മോൾ ഇങ്ങനെ ചെയ്ത് നല്ല രസമുണ്ട്. പക്ഷെ പിള്ളേരെല്ലാം ദൈവങ്ങളുടെ ഇതല്ലേ. നമുക്ക് എന്തായാലും പിള്ളേരുടെ അടുത്ത് സ്നേഹമേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ നമ്മളെ അഭിപ്രായമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ തന്നെ അവരുടെ മക്കൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. വളരെ അടുത്ത ആൾക്കാരാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്ത എന്തെന്നൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഞാൻ ചോദിക്കാറുണ്ട്. എന്നല്ലാതെ നമുക്കങ്ങനെ വിഷമം വിരോധവും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പുറം കാഴ്ചകളിലേക്ക് ഇനി പോകാം. ശരി എന്നാ. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ is the best. Oxygen, the digital expert.